ഉറുമ്പും പച്ചത്തുള്ളനും, ആൻഡ് എ ഗ്രാസ് ഹോപ്പർ. പഴയ കഥയാണ്, പറഞ്ഞു പതിഞ്ഞ കഥയാണ്. ഉറുമ്പ് കൊല്ലം മുഴുവൻ അധ്വാനിച്ചു, എല്ലാ ധാന്യമണികളും സൂക്ഷിച്ച് കൊണ്ടുവച്ചു. പച്ചത്തുള്ളൻ കളിച്ച് പറന്ന് നടന്നു. പെരുമഴ വന്നു, അല്ലെങ്കിൽ മഞ്ഞ് വീണു. ഉറുമ്പ് സുഖമായിട്ട് സൂക്ഷിച്ചു വെച്ച സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞുപോയി. പച്ചത്തുള്ളൻ കഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് എല്ലായ്പ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം, വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുദാഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാരോപദേശ കഥ പറയുന്നത്. ഡൈ വിത്ത് സീറോ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതും ഡൈ വിത്ത് സീറോ എന്നുള്ള പുസ്തകം എഴുതുന്നതും ബിൽ പെർക്കിൻസ് ആണ്. പെർക്കിൻസ് ചോദിക്കുന്ന വളരെ രസകരമായൊരു ചോദ്യമുണ്ട്. അതിങ്ങനെയാണ്: ബട്ട് വെൻ ഡസ് ദ ആൻഡ് എവർ ഗെറ്റ് ടു പ്ലേ? ഈ ഉറുമ്പ് എപ്പോഴാണ് കളിച്ചത്? എപ്പോഴാണ് ഒന്ന് ലൈഫ് ആസ്വദിച്ചത്? ദിസ് ഇസ് എ ബിഗ് ക്വസ്റ്റ്യൻ ഫോർ ബിസിനസ് പീപ്പിൾ, ഐ വുഡ് സേ. സാധാരണക്കാർക്ക് അല്ല. പെർക്കിൻസ് മറ്റൊരു ടേം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് എസെൻഷ്യൽ കോസ്റ്റ്. നിങ്ങൾ ഏൺ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ കാണാത്ത ഒരു കോസ്റ്റ് ഉണ്ട്. അതാണ് ഹിഡൻ എസെൻഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എത്ര മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. ഒരു അധ്യാപകനേക്കാൾ നല്ല ജോലിയാണ് ഡോക്ടറുടെ എന്ന് പറയുമ്പോൾ അധ്യാപകൻ ഒരാഴ്ചയിൽ 15-20 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഡോക്ടർ ഒരു ദിവസം 20 മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൂടെ കൗണ്ട് ചെയ്യണം. എന്തൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ചെയ്യാൻ വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്? എത്രത്തോളം ബോറിങ് ആൻഡ് ടയറിങ് ആണ് നിങ്ങൾ ചെയ്യുന്ന വർക്ക്? എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്? അതുപോലെ എത്രത്തോളം മീനിങ് ഫുള്ളായ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്രത്തോളം മീനിങ് ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഈ കാര്യങ്ങളെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളുടെ റിച്ചസും നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുന്ന അസറ്റും വെൽത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കൊല്ലം മുഴുവൻ പണിയെടുക്കുകയായിരുന്നു ഉറുമ്പ്, എന്നിട്ട് 10 ദിവസം ഭക്ഷണം കഴിക്കുകയാണ്. അത് അത്ര നല്ല, അത്ര ടേസ്റ്റുള്ള ഭക്ഷണം ആവില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് വെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ബീയിങ് റിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലിവിങ് റിച്ച്. കുറേ കാശ് കയ്യിലുണ്ടായിരുന്നാൽ യു ആർ റിച്ച്. ബീയിങ് റിച്ച്. ലിവിങ് റിച്ച് എന്ന് പറഞ്ഞാൽ വളരെ റിച്ചായിട്ടുള്ള ഫെസിലിറ്റീസും ഹാപ്പിനെസ്സും ഒക്കെ കിട്ടിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ബിസിനസ് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും ഒക്കെ ബീയിങ് റിച്ച് ആവാൻ വേണ്ടി ആവരുത്, ലിവിങ് റിച്ച് ആവാൻ വേണ്ടിയിട്ടാവണം. അതേപോലെ തന്നെയാണ് നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്, നിങ്ങൾ കൊടുക്കുന്ന സർവീസ് ആളുകളുടെ എസെൻഷ്യൽ വെൽത്തിനെസ്, അതായത് ലിവിങ് റിച്ചിനോട്, ആ ഒരു ഇന്നർ സെൻസ് ഓഫ് മീനിങ്ങിനോട് അലൈൻ ചെയ്യുന്നതാണെങ്കിൽ അത് സർവൈവ് ചെയ്യും, സക്സീഡ് ചെയ്യും. അല്ലാതെ ഈ എക്സ്റ്റേണൽ റിച്ച്നെസ് കാണിക്കുന്ന സാധനങ്ങളാണെങ്കിൽ, സർവീസ് ആണെങ്കിൽ സർവൈവ് ചെയ്യാൻ, സക്സീഡ് ചെയ്യാൻ ചാൻസസ് കുറവായിരിക്കും. സോ while doing business, while making money, think about living rich, adding that essential wealth, adding that essential meaning. അർത്ഥം എന്നാണ് സംസ്കൃതത്തിലുള്ള പദം. എന്ത് മനോഹരമാണെന്നറിയോ? വെൽത്ത് എന്നുള്ളതിൻ്റെ സംസ്കൃതം അർത്ഥം എന്നാണ്.